ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് വയനാട് ജില്ലാ സമ്മേളനവും പ്രഥമ കുടുംബസംഗമവുമാണ് കൽപ്പറ്റയിൽ നടന്നത്. വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് പങ്കെടുത്തത്. അവിടെ മുഖ്യാതിഥിയായി എത്തിയ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ പറയുന്നത് പോലെ ഇവർ ഒരു ഭിന്നശേഷിക്കാരല്ല ഇവരാരും. ഇവരെല്ലാം നല്ല കഴിവുള്ള മാലാഖമാരാണ്. ഏബിൾഡ് ഏഞ്ചൽസ് എന്നാണ് അദ്ദേഹം ഈ പ്രസംഗമധ്യയൊക്കെ വിശേഷിപ്പിച്ചത്. എന്തായാലും നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് പലരും രാവിലെ തന്നെ ഈ സമ്മേളന നഗരിയിലേക്ക് ഒഴുകിയെത്തി. കൽപ്പറ്റ സെൻറ്റ് ജോസഫ്സ് മൈതാനത്തായിരുന്നു പരിപാടി നടന്നത്. ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി നടന്നത്. പ്രാർത്ഥനയോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത്. DAPL വയനാട് ജില്ലാ സെക്രട്ടറി റഷീദ് മൈലാടി സ്വാഗതം പറഞ്ഞു. ഹംസ അമ്പലപ്പുറം പ്രസിഡൻ്റാണ് DAPLൻ്റെ, അദ്ദേഹമായിരുന്നു അധ്യക്ഷൻ. റാഷിദ് ഗസാലി കൂളിവയലാണ് വിഷയാവതരണം നടത്തിയത്. അതുപോലെ സ്റ്റേറ്റ് സെക്രട്ടറി, മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായ C മമ്മൂട്ടി മുൻ MLA ആണ്. അദ്ദേഹമാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അവരുടെ തൊഴിൽ ഉറപ്പുവരുത്തുന്നതും സ്വയം വരുമാനം കണ്ടെത്തുന്നതിന് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ വിഭവം കണ്ടെത്തുന്നതൊക്കെ ഉപയോഗമാണ് ഗുണകരമായ രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് DAPL എന്ന് പറയുന്ന മുസ്ലിം ലീഗിന് ആരംഭത്തിലുള്ള. തീർച്ചയായും ഒരിക്കലും മറ്റൊരു ചിന്തയുടെ ആവശ്യമില്ല. എല്ലാ മനുഷ്യർക്കും അവരുടേതായ വൈകല്യങ്ങളും പൂർണ്ണമായ ഒരു മനുഷ്യനും ഒരു ജീവിയും ഈ ലോകത്തില്ല. അത് മനസ്സിലാക്കിയതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രകടമായി കാണുന്ന ചില അപകടങ്ങളിലും ജന്മയാണ് ഉണ്ടായിട്ടുള്ള ചില വൈകല്യങ്ങളിൽ നമ്മുടെ മനസ്സിന് ഒരിക്കലും തളർത്താൻ പാടില്ല. ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാനും നേരിടാനും കഴിയാൻ ഉറച്ച നമുക്ക് ആവശ്യമാണ്. സർവശക്തന്റെ അനുഗ്രഹം ദൈവാനുഗ്രഹം എപ്പോഴും നിങ്ങൾ ഉണ്ടായിരിക്കും. തീർച്ചയായും ഈ സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാനും സമ്പാദിക്കാനും ജീവിക്കാനും സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യാനും കുടുംബത്തിൽ നന്നായി നിങ്ങൾക്ക് ആക്റ്റീവ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യവും അവസരവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഡോക്ടർ ബോബി ചെമ്മണ്ണൂരായിരുന്നു ചലന ഉപകരണങ്ങളുടെ വിതരണമൊക്കെ നടത്തിയത്. കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് TJ ഐസക്, മുൻ MLA ഉമ്മർ മാസ്റ്റർ, DAPL സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ബഷീർ മമ്പുറം, സെക്രട്ടറി കുഞ്ഞബ്ദുള്ള കൊളവയൽ, മുസ്ലിം ലീഗ് വയനാട് ജില്ലാ പ്രസിഡന്റ് KK അഹമ്മദ് ഹാജി, മുസ്ലിം ലീഗ് വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി T മുഹമ്മദ്, മുസ്ലിം ലീഗ് വയനാട് ജില്ലാ ട്രഷറർ PK അബുബക്കർ, ജില്ലാ വൈസ് പ്രസിഡന്റ് റസാഖ് കൽപ്പറ്റ. പ്രിയങ്ക ഗാന്ധി MPയുടെ പ്രത്യേക സന്ദേശം ജില്ലാ വൈസ് പ്രസിഡന്റ് റസാഖ് കൽപ്പറ്റ സമ്മേളനത്തിൽ വായിച്ചു. സംസ്ഥാന ട്രഷറർ, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ ഇസ്മായിൽ കമ്പളക്കാട്, മുസ്ലിം ലീഗ് കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് T ഹംസ, മാനന്തവാടി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് അസീസ് കൊറോം, സുൽത്താൻ ബത്തേരി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് MA അസൈനാർ, മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് മുസ്തഫ നമ്രോത്ത്, MSF ജില്ലാ പ്രസിഡന്റ് റിൻഷാദ് മില്ലുമുക്ക്, STU വയനാട് ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻ കുട്ടി, വൈറ്റ് കാർഡ് കോർഡിനേറ്റർ മുസ്തഫ ബത്തേരി, ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിനെ പ്രതിനിധീകരിച്ച് KS ജയമോഹൻ, DAPL ജില്ലാ ട്രഷറർ യൂനിസ് വാഹി തുടങ്ങിയവരെല്ലാം ഈ പരിപാടിയിൽ സംബന്ധിച്ചു. ആശംസകൾ നേർന്നു. ജംഷീർ കൈനിക്കരയും ടീമും ജാബിർ ഷാ വയനാടും ഹെവൻസ് ഗ്രൂപ്പും ചേർന്നുള്ള ഇശൽ വിരുന്നും പരിപാടിക്ക് മാറ്റുകൂട്ടി. കുടുംബസംഗമം, ചലന സഹായ ഉപകരണ വിതരണം, കമ്മിറ്റി പ്രഖ്യാപനം എന്നിവയും ഇതോടനുബന്ധിച്ചുണ്ടായിരുന്നു. വയനാട് ജില്ലയിലെ മുഴുവൻ സർക്കാർ ഇതര സ്ഥാപനങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കുക, പഞ്ചായത്ത് കാര്യാലയങ്ങൾ, അക്ഷയ സെൻ്ററുകൾ തുടങ്ങിയ ബിൽഡിങ്ങിൻ്റെ താഴ്ഭാഗങ്ങളിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ലിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തുക, ഭിന്നശേഷിക്കാർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വരുമാന പരിധി നിശ്ചയിക്കുന്ന നിയമം എടുത്തുകളയുക തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗിൻ്റെ പുതിയ ഭാരവാഹികളായി ഹംസ അമ്പലപ്പുറം പ്രസിഡൻ്റായും KE റഷീദ് സെക്രട്ടറിയായും K യൂനസ് ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം തുടങ്ങുന്നതിനുള്ള സ്ഥലം അനുവദിക്കുമെന്ന് ചടങ്ങിൽ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു. അവർക്ക് ജീവിക്കാൻ വേണ്ടി
ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എനിക്കിവിടെ വയനാട് മേപ്പാടിയിൽ ബോച്ചെ 1000 ഏക്കർ എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് ഉണ്ട്. അതിൽ ആവശ്യമുള്ള എത്ര ഏക്കറയാണെങ്കിലും അത് നൽകാൻ സന്തോഷമുള്ളൂ. എനിക്കെന്തിന് 1000 ഏക്കർ? എനിക്ക് വെറും 6 അടി മണ്ണ് മാത്രം മതി. അപ്പോൾ നമ്മളൊന്നിത് കൊണ്ടുവന്നതല്ല, പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. ഞാൻ വരുമ്പോൾ ഈ ഭൂമിയെല്ലാം അവിടെ ഉണ്ട്. ഇതൊന്നും നമ്മുടെ അല്ല. നമ്മൾ വി ആർ ജസ്റ്റ് കസ്റ്റോഡിയൻസ്, എൻ്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ്. പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും എൻ്റെ സന്തോഷം ജീവിച്ചിരിക്കുമ്പോൾ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ മുഖത്തുള്ള സന്തോഷമാണ് എൻ്റെ എനർജി, എന്നെ മുമ്പോട്ട് നയിക്കുന്നതെന്ന് മാത്രമാണ്.